ബാക്ക് ടു Mymuzzspace. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെല്ലാം എപ്പോഴും സുലഭമായിട്ടുള്ള കടലക്കറി ഉപയോഗിച്ചിട്ട് വൈകുന്നേരത്തേക്ക് എങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കടലക്കറി ഒത്തിരി ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അത് കഴിപ്പിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു ഐഡിയ പ്രയോഗിക്കാം. അതെന്താണ് എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ സ്പെഷ്യൽ ഐറ്റം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് പച്ചമുളക്, സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, പിന്നെ ഞാൻ കടലക്കറി, അത് ചാറ് മാറ്റി കടല മാത്രം പതുക്കെ ഒന്ന് അരച്ച് വെച്ചത്, ശരിക്കും അരഞ്ഞു പോയിട്ടില്ല, അപ്പോൾ അരച്ച് വെച്ചതാണിത്. പിന്നെ കോൺഫ്ലവർ, മൈദ, ഇത് 3 സ്പൂണ്, ഇത് 1.5 സ്പൂണ്, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഈ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. ബോൾ പോലെ ആക്കാം, അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പ് ആക്കാം. ഇതിപ്പോൾ ഞാൻ ബോളും അല്ല കട്ട്ലറ്റിൻ്റെ ഷേപ്പും അല്ലാത്തൊരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോൾ കറി എനിക്ക് ബാക്കി ഇരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കടല ഫ്രഷ് ആയിട്ടുള്ള കടല ഉണ്ടെങ്കിൽ ഉപ്പിട്ടൊന്ന് പുഴുങ്ങിയിട്ടും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. കോൺഫ്ലവറും മൈദയും കൂടി അല്പം വെള്ളം ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക. ഈ ഒരു പാകത്തിലായിരിക്കണം ഇത് മിക്സ് ചെയ്യേണ്ടത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അത് ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. മൈമൂസിൻ്റെ സ്പെഷ്യൽ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കടലയുടെ ആ ഒരു മസാലയുടെ ടേസ്റ്റും പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ള വേറൊരു ടേസ്റ്റും കൂടി അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.